യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞാനും ഇപ്പോ ഇവള് ചിന്തിക്കുന്ന പോലെ തന്നെ എന്തിനാ ചിന്തിക്കുന്നത്. അനുപമ ഈ വീട്ടിലെ മരുമകളായിട്ട് നിന്ന പ്രശ്നമൊന്നുമില്ല. അവളുടെ വീട്ടുകാരുടെ കാറ്റേൽക്കുമ്പോഴാ അവളുടെ സ്വഭാവം മാറുന്നത്. അവരാരും ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നില്ല എങ്കിൽ അനുപമയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നതില് ഞങ്ങൾക്ക് എതിർപ്പൊന്നും ഇല്ല ഇന്ദ്ര. അതെ ഇന്ദ്ര, ഒരു ദേഷ്യത്തിന് ഈ പടി ചവിട്ടരുന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും എന്റെ മൂത്ത മകന്റെ ഭാര്യയായി ഞാൻ ഈ വീട്ടിൽ കൈപിടിച്ച് കയറ്റിയവളെ എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? ബാക്കിയൊക്കെ നമുക്കങ്ങ് മറക്കാം. നീ അവളോട് ഇങ്ങോട്ട് വരാൻ പറ. ശരിയമ്മേ, പറയാം. ആ പിന്നെ നീ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരുമൊന്നും വേണ്ട. അതൊരുമാതിരി തോറ്റുകൊടുക്കലായി പോവും. അവളോടും അച്ഛനോടും പുറത്തു പോകാൻ പറഞ്ഞ ആ ആർജവം നിനക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിലേ അവൾക്കും വീട്ടുകാർക്കും ഉള്ളിലൊരു ഭയം ഉണ്ടാവും. ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലാവുന്നുണ്ട്. ശരി, എന്നാ പോയി കുളിച്ചിട്ട് വാ. ഞാൻ അത്താഴം എടുത്ത് വെക്കാം. എന്റെ പൊന്നോ, കാലത്ത് തന്നെ നിന്റെ ഈ വീർപ്പിച്ചേട്ടി മുഖം കാണിക്കാനാണോ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത്? ഞാൻ ചായ തരാൻ വന്നതാ. ഇങ്ങനെയാണോ ഒരാൾക്ക് ചായ കൊടുക്കുന്നത്? എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. രാവിലെ തന്നെ എന്റെ മോന്ത കണ്ടോ, ഇന്നത്തെ ദിവസം പോക്കാം. എന്റെ മുഖം കാണുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കാം. എന്താ മതിയോ? ഓ, അപ്പൊ പിന്നെ സൗകര്യായല്ലോ. നിനക്ക് എന്താ ചിരിക്കാൻ അറിയില്ലേ? അത് സത്യം. കല്യാണം കഴിഞ്ഞേ പിന്നെ ഞാൻ ചിരിക്കാൻ മറന്നു. അത്രയ്ക്ക് നല്ല ജീവിതമല്ലേ എനിക്ക് ദൈവം തന്നെ. അത് നിന്റെ സ്വഭാവത്തിന്റെ. ആദ്യം ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് നീ പഠിക്ക്. അതാദ്യം വിനയേട്ടനെ പഠിക്കണ്ടേ. ഭർത്താവിന് മാത്രമല്ല, ഭാര്യയ്ക്കും മനസ്സും വികാരങ്ങളും ഒക്കെ ഉണ്ട്. വികാരത്തിന്റെ കാര്യമൊന്നും പറയണ്ട. എടി, ഞാനിപ്പം നിന്നോട് എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെ മുഖമുറിപ്പിച്ചോണ്ടിരിക്കുന്നേ? വിനയേട്ടൻ ഒന്നും ചെയ്തില്ലേ? വന്ന് കേറിയപ്പോ മുതൽ എന്നോട് പെരുമാറിയതിലൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? ഓ, ഞാൻ പെരുമാറുന്നതാണ് പ്രശ്നം അല്ലേ? എടി, നിന്റെ പുറകെ വന്ന് നിന്നെ വിളിച്ചിട്ട് നീ എന്നോടെന്താ ചെയ്തത്? നിന്റെ ആൾക്കാരുടെ മുമ്പിൽ എന്നെ നീ അപമാനിച്ചിറക്കി വിട്ടില്ലേ? പിന്നെ പൊറുതി മതിയാക്കി കേറി വന്നപ്പോ ഞാൻ നിലവിളക്കും എടുത്ത് സ്വീകരിക്കണമായിരുന്നോ നിന്നെ? എന്താടി ഇപ്പൊ നിന്റെ നാവങ്ങ് ഇറങ്ങിപ്പോയോ? നിങ്ങളോട് സംസാരിച്ചിട്ട് എന്തിനാ? സംസ്കാരമുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ആർക്കാണ് സംസ്കാരമില്ലാത്തത്? നിന്റെയും നിന്റെ വീട്ടുകാരുടെയും സംസ്കാരത്തെ കുറിച്ച് നീ കൂടുതലൊന്നും പറയണ്ട. അതെ, എന്റെ വീട്ടുകാരെ പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ആഹാ, അപ്പൊ നിനക്ക് കൊണ്ടുവല്ലേ? നിന്റെ ആൾക്കാരെ പറഞ്ഞാൽ നിനക്ക് നോവും. അവളും അവളുടെ കുറെ ആൾക്കാരും. എടി, നിന്റെ അനിയത്തിയുടെ ചരിത്രമൊന്നും ഞാൻ മറന്നിട്ടില്ല. കണ്ടവന്റെ കൂടെ അഴിഞ്ഞാട് നടന്നിട്ട് വേറൊരുത്തനെ കെട്ടി സുഖായിട്ട് ജീവിക്കുന്നോളല്ലേ? അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു അച്ഛനും കുറെ സഹോദരങ്ങളും. എന്താടി, വീണ്ടും നിന്റെ നാവങ്ങ് ഇറങ്ങിപ്പോയോ? നീ ഇനി കൂടുതൽ എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ വന്ന ഈ കഥ ഞാൻ നാട് മുഴുവൻ പാടി നടക്കും. എന്താ വേണോ? വേണ്ട, എന്റെ ജീവിതം നശിച്ചു. എന്റെ അനിയത്തിമാരുടെ ജീവിതം കൂടെ തകർക്കരുത്. അപ്പൊ നിനക്ക് മര്യാദക്ക് സംസാരിക്കാനൊക്കെ അറിയാം അല്ലേ? മര്യാദയാണെങ്കിൽ ഞാനും മര്യാദ. അത് തെറ്റിയാ എന്താ വേണ്ടത് എനിക്കറിയാം. നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കാം. അതുപോലെ മതി. എന്നാ എന്റെ ഭാര്യ നല്ല ചിരി ചിരിച്ച് ആ ചായ ഇങ്ങോട്ട് താ.
എന്നിട്ട് ഞാൻ പറഞ്ഞ കേട്ടില്ലേ നീ? അവളുടെ സൈക്കിളിൽ നിന്ന് വീണ ഒരു ചിരി. വാട്ടച്ചായ. നീ ഇന്നലെ ഉറങ്ങിയില്ലേ സത്യ? അല്ല, മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഇന്നലെ 1 മണിക്കൊരു ലോഡ് വന്നു, പിന്നെ 4 മണിക്ക് ഒരെണ്ണം വന്നു. ഇതിനിടയ്ക്കൊന്നും മയങ്ങാന്ന് വെച്ചാ കൊതുക് സമ്മതിക്കുന്നില്ല. ഓ, എന്നാ പിന്നെ നീ കുറച്ചേരം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. വേണ്ട എന്തിരേട്ടാ, ഇനി 3 ലോഡ് കൂടി വരാനുണ്ട്. പിന്നെ ട്രാവൽസിലും പോണം, ബാങ്കിലും പോണം. ഇനിയിപ്പോ ഉറക്കൊന്നും നടക്കില്ല. ആ ശരിയാ. ആ സത്യ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ എന്തിരേട്ടാ? അനുവിനെ വിളിച്ചോണ്ട് വന്നോളാൻ അമ്മ പറഞ്ഞു. ആണോ? ഇന്നലെ രാത്രി സംസാരിച്ച കൂട്ടത്തിലാ അമ്മ പറഞ്ഞത്. അമ്മയ്ക്ക് അവളോടങ്ങനെ ദേഷ്യമൊന്നുമില്ലേ, പിന്നെ ചില കാര്യങ്ങൾ ഇഷ്ടമല്ലെന്നേ ഉള്ളൂ. അമ്മ അമ്മയുടെ മനസ്സിലെ കാര്യങ്ങൾ പറഞ്ഞു. അമ്മ പറയുന്നതിലും കുറെ ന്യായമുണ്ട് സത്യ. അതെ അതെ. നീ എന്താ അങ്ങനെ പറഞ്ഞ്? അമ്മ പറയുന്നതെല്ലാം തെറ്റാണെന്നാണോ നിനക്ക് തോന്നുന്നേ? എന്റെ പൊന്നി എന്തിരേട്ടാ, ഒരു തർക്കത്തിനൊന്നും ഞാനില്ല. അല്ലെങ്കിൽ തന്നെ അതിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയുമില്ല. അനുവെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ അമ്മ സമ്മതിച്ചു. അതാണ് വലിയ കാര്യം. എന്തായാലും അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാ. ഇനി സമയം കളയാതെ എന്തിരട്ടം പോയിട്ട് അനുവെടുത്തിയ മോനെ വിളിച്ചോണ്ട് വരാൻ നോക്ക്. അത് ഞാൻ പോയാൽ ശരിയാവില്ല. നീ വേണം അനുവിനെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ. ഇന്ന് തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നാൽ നന്നായി. ഇന്നോ? ഇന്നെങ്ങനെ പോകാൻ എന്തിരട്ടാ? ഇന്നത്തെ തിരക്കിന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ. ആ ശരിയാ, പക്ഷേ ഇന്ന് തന്നെ അനുവിനെ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ അത് ശരിയാവില്ല. അമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യമൊക്കെ കുറഞ്ഞ് തിരിച്ചു വിളിച്ചോളാൻ പറഞ്ഞതാ. ഇനി എന്തെങ്കിലും ആലോചിച്ച് കൂട്ടിയാ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അമ്മയുടെ മനസ്സ് മാറിയാ അത് പിന്നെയും പ്രശ്നമാവും. നീ അനുവിനെ ഒന്ന് വിളിച്ച് ഫോണിൽ സംസാരിച്ചു നോക്ക്. ഞാൻ വിളിക്കണോ? ആ ഒന്ന് വിളിക്കടാ. അനുവെടുത്തി കോള് കണ്ടില്ലെന്ന് തോന്നുന്നു. കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. വീട്ടിലെ ലാൻഡ് ഫോണിലൊന്ന് വിളിച്ചു നോക്കാം. നമ്പര് ഹലോ, ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ അനു. ഹലോ അനു. അനു. ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടന് സുഖാണോ? നിനക്കോ? മോനെന്തെടുക്കുന്നു? ഇവിടെയുണ്ട്. അവൻ എന്നെ തിരക്കാറുണ്ടോ? പിന്നെ തിരക്കാതെ. എന്നും കടയിൽ നിന്ന് വരുമ്പോ അവനെ കൊഞ്ചിച്ച് ചേർത്ത് കിടത്തി ഉറക്കി ശീലിപ്പിച്ചത് ഇന്ദ്രേട്ടനല്ലേ? അവനെപ്പോഴും തിരക്കും. അച്ഛനെ കാണണമെന്ന് പറയും എപ്പോഴും. അനു, എനിക്ക് നിന്നെ മോനെ കാണണം. നിങ്ങളൊന്ന് തിരിച്ചു വാ.
ഇന്ന് തന്നെ തിരിച്ചു വാ. എന്താ ഇന്ദ്രേട്ട തിരിച്ചു വരാനോ? അതെ, നിങ്ങളെ അവിടുന്ന് വിളിച്ചോണ്ട് വരാൻ ഞാൻ സത്യനോട് പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഇപ്പൊ. പക്ഷേ സത്യനോട് ജോലി തിരക്ക. അതാ നീ മോനെ കൂട്ടിക്കൊണ്ട് വരാവോ? അത് സാരമില്ല, ഞാൻ വരാം ഇന്ദ്രേട്ട. ഇന്ദ്രേട്ടൻ എന്നെ വിളിച്ചല്ലോ, അത് മതി എനിക്ക്. ഞാൻ വരാം. അച്ഛനെയും കൂട്ടി ഞാൻ വന്നോളാം. അച്ഛനെയും കൂട്ടിയോ? ആ അതെ. അത് അനു, അച്ഛനെയും കൂട്ടി വന്നാൽ അത് ശരിയാവില്ല.